ഗൈസ് നമുക്ക് ഇന്ന് ഒരു മെജീഷ്യന് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മളെ ഞാൻ പറഞ്ഞ അതായത് നമ്മളെ മുതുകാട്, സാമ്രാട്ട് ഇങ്ങനെയുള്ള മെജീഷ്യൻസിനെ നിങ്ങൾക്ക് അറിയാലോ. ഈ മെജീഷ്യൻസിനെ പോലെ തന്നെ മറ്റേ ഈ മാജിക്കിന്റെ ഒരു അവാർഡ് ഉണ്ട്. എന്താ പറയാ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട്. ഈ മെജീഷ്യൻസിനുള്ള ഗിന്നസ് റെക്കോർഡ് ഉണ്ട്. ആ റെക്കോർഡെല്ലാം കിട്ടിയ ഒരു മനുഷ്യനാണ്. പേര് പുള്ളിനൊന്ന് ഇൻവൈറ്റ് ചെയ്ത, പുള്ളിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നു. ലെറ്റ്സ് വെൽക്കം ഗൈസ്. എന്താ പേര്? ടിജോ വർഗീസ്. ടിജോ വർഗീസ് ഓൺ ടു ദ സ്റ്റേജ്. അപ്പൊ ടിജോ ചേട്ടൻ നമുക്ക് വേണ്ടി ഇന്ന് കുറച്ച് മാജിക് ട്രിക്സ് പെർഫോം ചെയ്യും. കാണുന്ന പോലെ അല്ല, നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ അധികം മുതുകാടിന്റെയും സാമ്രാട്ടിന്റെ ലെവലിലുള്ള ഒരു ടീമാണ്. ഓക്കെ, അപ്പം 2022 ഓസ്കർ അവാർഡ് കിട്ടിയ ഒരു മെജീഷ്യൻ ആണ്. അതെ, ഓസ്കാർ അവാർഡ് കിട്ടിയ മെജീഷ്യനാണ്. അപ്പൊ എല്ലാവരും ഒരു ബിഗ് ഡബ്ല്യൂ കൊടുക്കുക. നമുക്ക് മാജിക് ട്രിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വന്നിട്ടുള്ളത്. അപ്പൊ സാധനങ്ങളുള്ള പ്രോപ്സ് എല്ലാം എടുത്തിട്ടുണ്ടോ? യെസ്, നമ്മൾ പ്രോപ്സ് അല്ല, കോമൺ ആയിട്ട് നമ്മളിപ്പോൾ മെന്റലിസം ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മെന്റലിസം, മാജിക് എന്ന് പറഞ്ഞു. മാജിക് ആൻഡ് മെന്റലിസം, ദറ്റ് ഈസ് മാജിക് എന്ന് പറയുന്നത് മാജിക്കിന്റെ ഒരു അടുത്ത ജനറേഷൻ ആണ് മെന്റലിസം എന്ന് പറയുന്നത്. ഇപ്പം പൊതുവെ മാജിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ സീക്രട്ട് ആണ്. ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, എനിക്ക് ഇവിടെ മൗസ് ഉപയോഗിക്കണം. ഓക്കെ, പറഞ്ഞോ. അപ്പം പൊതുവെ എന്ന് പറയുന്നത് പൊതുവെ എന്ന് പറയുന്നത് ഫേക്ക് മെജീഷ്യനാ. ഇപ്പൊ മാജിക് കാണുമ്പോ മനസ്സിലാവും. ഞാൻ ഇതുവരെ മാജിക് കണ്ടിട്ടില്ല. എനിക്ക് MRC ഡയറക്ടർ റെക്കമെൻഡേഷൻ വന്നതാണ്. ഇത് പുള്ളി അത്രയും നല്ല പെർഫോമറാന്നുള്ള ഇതാണ് എന്റെ അറിവ്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഞാൻ ഇതൊരു പെർഫോമൻസ് കണ്ടിട്ടില്ല. ഫേക്ക് മെജീഷ്യൻ എന്താണ്? ഒരാൾ വന്ന് കയറുമ്പോൾ തന്നെ അത് ഞാൻ പറയുന്നത് പെർഫോമൻസ് കാണിച്ച് വരെ വായ അടപ്പിക്കണം. അല്ല അതല്ല, അത്രേ ഉള്ളൂ. കണ്ടിന്യൂ. ഓക്കെ, അതായത് അപ്പം നമ്മളിപ്പം മാജിക് എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബിൽ അടിച്ച് തന്നെ നമുക്ക് സീക്രറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. മാജിക് ഫോർ സീക്രറ്റ്സ് റിവീൽഡ് എന്ന് പറഞ്ഞ് യൂട്യൂബിലുണ്ട്. പക്ഷെ ഇപ്പൊ മെന്റലിസം എന്ന് പറയുന്നത് എല്ലാം സൈക്കോളജി മാജിക്കും കൂടെ ചേർന്ന് ഒരു കമ്പൈൻഡ് ആക്ട് ആണ് മെന്റലിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു നോട്ട് പാഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നോട്ട് പാഡിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ഇവിടെ ക്യാമറയിൽ 25 ലൈറ്റ് ഓർക്കട്ടെ. ഓക്കെ, മൊത്തം ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. 25, പിന്നെ 35, പല നമ്പേഴ്സ് ആണ്. 16, 37, ഇതുപോലെ പല നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഡിഫറെന്റ് നമ്പേഴ്സ്. ദിസ് വൺ ഇസ് 50, 16, ഇതുപോലത്തെ പല നമ്പേഴ്സ്. സോ ബിഫോർ ദ ഷോ ഐ എം ഗോയിങ് ടു, ഞാനൊരു കാർഡ് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ വെക്കാൻ പോവുകയാണ്. ബിഫോർ ദ ഷോ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഇറ്റ്സ് നത്തിങ് ദേർ. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ കാർഡ് വെച്ചിരിക്കുക. ഓക്കെ, ചീട്ട് ചെക്ക് ചെയ്യണോ? അല്ല, ഇത് ഇവിടെ ഇരിക്കട്ടെ. കയ്യിൽ കൊടുത്തത് ക്യാമറ കിട്ടൂല. ഓക്കെ, ഇതെങ്ങനെ പിടിച്ചോളൂ, അങ്ങനെ പിടിച്ചോളൂ. ഇങ്ങനെ വെക്ക്. ഓക്കെ, ഇപ്പം അതേപോലാണ് കാർഡ്സും ഞാൻ കുറെ നമ്പേഴ്സ് ഈ കാർഡ്സിന്റെ സിമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. 6R10, അതുപോലത്തെ QR10, ഇതുപോലത്തെ പല കാർഡ്സിന്റെ ഈ സിമ്പിൾസ് എഴുതിയിട്ടുണ്ട്. എല്ലാം ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. ഓക്കെ, ഇപ്പം ബഹുമാനപ്പെട്ട തൊപ്പിയാണ് ഈ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ബുക്കില് രണ്ട് ബുക്സ് ഉണ്ട്. ഒരു ബുക്കില് കാർഡ്സിന്റെ പേരുകള്, ഒരു ബുക്കില് നമ്പേഴ്സ്. അപ്പം ക്യാമറ ഡൗൺ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ആദ്യമേ നമുക്ക് കാർഡ്സ് സെലക്ട് ചെയ്യാം. റാൻഡം ആയിട്ട് ജസ്റ്റ് പിക്ക് ചെയ്യുക, എടുക്കുക, ക്യാമറയ്ക്ക് കാണിക്കുക. ഡോണ്ട് വാണ്ട് ടു ഷോ ടു മീ. ജസ്റ്റ് പിക്ക് ചെയ്യുക, ക്യാമറയ്ക്ക് കാണിക്കുക. ജസ്റ്റ് അല്ല, കുഴപ്പമില്ല, കണ്ടാലും കുഴപ്പമില്ല. ബിഫോർ ദ ഷോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്യണം, പെട്ടെന്ന് ഒറ്റ എടുപ്പിൽ അങ്ങ് പിക്ക് ചെയ്യണം, എടുക്കണം. എടുത്തോ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ കണ്ടാൽ കുഴപ്പമില്ല. 2 of diamonds. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ തൊപ്പി ഇതിനു മുൻപ് ഒരു പേജ് എടുത്തിരുന്നെങ്കിൽ അത് 9 ക്ലെവർ ആയേനെ.
ഇതിന് മുമ്പ് ഒരു കാർഡ് എടുത്തിരുന്നെങ്കിൽ ശേഷം എടുത്തിരുന്നെങ്കിൽ പുറകില് 10 ഡയമണ്ട് ആയാണ്. ഇപ്പൊ നിങ്ങൾ എടുത്തേക്കുന്നത് 2 ഡയമണ്ട് ആണ്. രണ്ടിന്റെ ഇടയിൽ ഇപ്പൊ 2 ഡയമണ്ട് ഓർമ്മ വെച്ച് വെക്കുക. റിമെമ്പർ ദാറ്റ് 2 ഡയമണ്ട്, 2 ഓഫ് ഡയമണ്ട്സ്. ഓക്കെ, ഇപ്പൊ നമ്പേഴ്സ് അതുപോലെ പെട്ടെന്ന് എടുക്കുക. നമ്പർ ഓക്കെ 48. അപ്പൊ അതേപോലെ സെയിം നമ്മൾ അതിനു മുമ്പ് വേറെ നമ്പേഴ്സ് ആയിരിക്കും. പക്ഷേ കാണുന്നില്ല. പക്ഷേ 48 ആണ് സെലക്ട് ചെയ്തത്. ബിഫോർ 2 ഓഫ് ഡയമണ്ടും. ബിഫോർ ദ ഷോ എനിക്കറിയാമോ തൊപ്പി 48 നമ്പർ സെലക്ട് ചെയ്യും, 2 ഓഫ് ഡയമണ്ട് സെലക്ട് ചെയ്യുമെന്ന് അറിയാമായിരുന്നു. നേരത്തെ എനിക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റത്തില്ല. ബിക്കോസ് റാൻഡം ആയിട്ട് തൊപ്പി സെലക്ട് ചെയ്തു, 2 ഡയമണ്ടും 48ഉം. ഇപ്പൊ അതേപോലെ ഒന്ന് കൗണ്ട് ചെയ്യാവോ? 1 2 ഇപ്പം 2 കാർഡായി. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 the 48th card. You can 2 ഡയമണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തത് 2 ഡയമണ്ട്. 48 നമ്പറിൽ 2 ഡയമണ്ട് വന്നു. ബിഗ് ഡബ്ല്യു ഗൈസ് കം ഓൺ. നിങ്ങളെ സെറ്റ് ചെയ്ത് വെച്ചെങ്കിലോ കാർഡ്? അപ്പം പുള്ളി സെറ്റ് ചെയ്ത് വെച്ചാണെങ്കിൽ ഞാൻ എടുക്കുന്നത് സ്ക്രിപ്റ്റ് ആണ്. ഞാൻ റാൻഡമായിട്ട് ഇതാണ്ട് മൊത്തത്തിൽ എല്ലാം ഡിഫറെൻ്റ് ആണ്. മൊത്തത്തിൽ ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം വരും, ഈ കാർഡ് എല്ലാം 2 ഓഫ് ഡയമണ്ട്സ് ആണോന്ന്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ നമുക്കൊന്ന് ചെയ്യാം. ആദ്യമേ ബ്രോ ചോദിച്ചില്ലേ നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന്. ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാം. മൊത്തത്തിൽ ഒന്ന് ഷഫിൾ ചെയ്തോ. എന്നെ അറിയില്ലടാ, ഇങ്ങോട്ടാ ഞാൻ ചെയ്തു. ഷഫിൾ ഇങ്ങനല്ല, അങ്ങനെ അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്യാൻ വേറൊരു രീതിയുണ്ട്. നമ്മളതായ രീതി ചെയ്യണം, അല്ലെങ്കിൽ പറ്റിക്കപ്പെടും. ഓക്കെ, നോ പ്രോബ്ലം. അപ്പം തൊപ്പി ഏതേലും ഒരിടത്ത് ടച്ച് ചെയ്യാം. കാർഡ് ടച്ച് ചെയ്യാം. കാർഡ് ടച്ച് എടുത്തോളൂ. കാണിക്കണോ നിങ്ങളാ? എന്നെ കാണിക്കണ്ട, ക്യാമറ കാണിച്ചോളൂ. പറയല്ലേ. ഓക്കെ. അപ്പൊ തൊപ്പി എവിടെയെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. ഇപ്പോ ആ കാർഡ് മനസ്സിൽ കൊണ്ടുപോവുക. ബ്രിങ് ഇറ്റ് ടു ദ മൈൻഡ്. ഓക്കെ. ലിപ് മൂവ്മെന്റ് തരാതെ മനസ്സിലൊന്ന് പറയാവോ? ഓക്കെ. തൊപ്പിയെ എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. കോമൺലി എവ്രിവൺ ലവ് തൊപ്പി. ഓക്കെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു റെഡ് കളർ കാർഡ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. അതെ, റെഡ് ആണ്. പറയണ്ട, യെസ് ഓർ നോ പറയണ്ട. ഓക്കെ. തൊപ്പി ഈസ് മോർ വാല്യുബിൾ ഫോർ എവ്രിവൺ. സോ യു ഹാവ് ടേക്കൻ ദ ഡയമണ്ട്. ഓക്കെ. ആൻഡ് അതേപോലെ നമ്പേഴ്സും അതേപോലെ സിമ്പിൾസും ആകാം. നമ്പർ ആണെങ്കിൽ മനസ്സിൽ പറയാ, നോ ലിപ് മൂവ്മെന്റ്സ്. അതേപോലെ സിമ്പിൾ ആണെങ്കിൽ മനസ്സിൽ പറയാ, നമ്പർ ആണെങ്കിൽ നമ്പർ, സിമ്പിൾ ആണെങ്കിൽ സിമ്പിൾ. പറഞ്ഞു നമ്പർ ആണ്. ഓക്കെ. ആ നമ്പർ ഒന്ന് മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്യാവോ? 6 ആണോ? അതെങ്ങനാ? 9 അല്ലേ? അല്ല, 6 6 തിരിച്ചു നോക്കുമ്പോ നോക്കിക്കേ ഒന്ന്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. വേറെ മനസ്സിൽ നമുക്ക് ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. 6 പകരം നീ ഇപ്പൊ മനസ്സിൽ വേറെ എന്തെങ്കിലും വിചാരിച്ചെന്ന് വിചാരിക്കും. 10 12 വിചാരിച്ചെന്നോ വിചാരിക്കും. ഞാൻ എടുത്തതല്ലേ ഞാൻ വിചാരിക്കാൻ പറ്റുമോ? അല്ല, നീ അങ്ങനെ ഇവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച്
അപ്പൊ ഇവൻ എന്താ സംഭവം അറിയോ? ഇവൻ ഇതിൽ പാർട്ണറാണോ? അതായത് ഇവിടെ നിങ്ങളാണ് സ്റ്റാർ, നിങ്ങൾ ഇവിടെ മാജിക് കാണിച്ച എല്ലാരെയും അത്ഭുതപ്പെടുത്തിയിട്ടാണ്. അതിന്റെ ഇടയിൽ ഇവനൊരു റോള് വേണം. ഇങ്ങനെ എന്തെല്ലോ ശ്രദ്ധിക്കപ്പെടാതെല്ലോ ഇവൻ എപ്പോഴും ചെയ്യും. ഇവനെ നോക്കണ്ട. കുഴപ്പമില്ല. അപ്പം ഞാൻ ഇനി ഒരു ഇത് ചെയ്യാം. ഓക്കെ, എൻ്റെ അടുത്ത് 3 ബുക്കുണ്ട്. തിങ്ക് അഗെയിൻ എന്ന് പറഞ്ഞ ഒരു ബുക്ക്, ഹിന്ദു സ്പീക്സ്, അതുപോലെ വേർഡ് ടു പാരഗ്രാഫ്. ഇതെല്ലാം തൊപ്പിയുടെ കയ്യിലിരിക്കണം. ഓക്കെ. അതിനു മുമ്പ് ഞാൻ ഇത് ക്യാമറയിൽ കാണിക്കാൻ പറ്റുമോ? അതിലെന്താ? അത് ക്യാമറ, ഇതാ ക്യാമറ. ഇറ്റ്സ് നത്തിങ് ദർ, റൈറ്റ്? ഇല്ല. ഇപ്പോൾ ഞാൻ ഇത് ഇവിടെ വെക്കുക, തൊപ്പിയുടെ മുമ്പിൽ. ഈ കവർ ക്യാമറയിൽ കാണണം. ആരെങ്കിലും ഒന്ന് പിടിക്കാവോ? ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോളൂ. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോളൂ. ഓക്കെ. ഇപ്പം നമുക്ക് ബുക്കുണ്ട്, 3 ബുക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് പേജ് സെലക്ട് ചെയ്യാനല്ലേ? ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ഏതെങ്കിലും ഒന്ന്. ഇത് വലുത്. ഓക്കെ, വലുത്. ഇപ്പൊ ഇത് തന്നെയാണ് തൊപ്പി സെലക്ട് ചെയ്തത്. ഓക്കെ. ഞാനിപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു കാർഡ് എടുക്കുന്നു. തൊപ്പി പേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. യു ക്യാൻ സേ സ്റ്റോപ്പ് അറ്റ് എനി ടൈം. ഓക്കെ. ഇല്ല. ഓക്കെ. അതൊന്ന് ക്യാമറ കാണിച്ചിട്ട്. ഓക്കെ. സേ സ്റ്റോപ്പ് അറ്റ് എനിവെയർ. സ്റ്റോപ്പ്. ഓക്കെ. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ. ഇപ്പം ആ പേജ് നമ്പറും ആ വേർഡും, പേജ് നമ്പർ ആദ്യത്തെ വേർഡും. ഓക്കെ, ഞാൻ കണ്ടു. ക്യാമറ കാണിച്ചോളൂ. ഇത് കാണിക്കാൻ പാടാ. ഞാൻ കാണിച്ചോളാം. ഓക്കെ, കുഴപ്പമില്ല. ഏതാന്ന് ലാസ്റ്റ് പറഞ്ഞ കണ്ടല്ലോ, ഇതാണ് വേർഡ് നമ്പറും. ഓക്കെ. ഇപ്പോൾ വേർഡും നമ്പറും. ഓക്കെ. അപ്പം മനസ്സിൽ ആ പേജ് നമ്പർ മനസ്സിൽ പോരട്ടെ. ഓക്കെ. അതിനു മുമ്പ് മമ്മു ബുക്ക് ഒന്ന് പിടിച്ചോളൂ. മമ്മും ബുക്കുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഓക്കെ. അപ്പം പേജ് നമ്പർ മനസ്സിൽ ഓർക്കാം. ഓർത്തോ? ഓക്കെ. ഇസ് ദാറ്റ് 112? അതെ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ വേർഡ് ഒന്ന് മനസ്സിലൊന്ന് ഓർക്കാവോ? ഓർത്തോ? ആദ്യത്തെ വേർഡ് ഗെയിം ടാർഗറ്റിംഗ് ആണോ? തിങ്ക് അഗെയിൻ ഗെയിം ടാർഗറ്റിംഗ് ആണോ? ഒരു മിനിറ്റ്. ഇത് എങ്ങനെ പിടിച്ചോളൂ. ഈ കവർ ഉണ്ടല്ലോ, ഈ കവറ് എനിക്ക് ഒരു മിനിറ്റ്. ഇപ്പൊ ഇതിങ്ങനെ പിടിച്ചോളൂ. ജസ്റ്റ് ക്യാമറയ്ക്ക് മുമ്പ് ഞാൻ ഇതിങ്ങനെ പാസ് ചെയ്യുന്നു. ജസ്റ്റ് എ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. ഇപ്പം നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഈ പേജ് ഇവിടെ പോയിട്ടുണ്ടെന്ന്? ഇല്ല. ഒന്ന് നോക്കിക്കേ. അതൊരു മിനിറ്റ്. ഞാൻ ഇത് തന്നെ പേജ് നമ്പർ 112 നോക്കാമോ ഒന്ന്? 112 ഇതിലില്ല. നമ്മൾ സെലക്ട് കീറിയിട്ടാണല്ലേ? ആ പേജ് കാണുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു ആ പേജ്. ബ്ലാക്ക് മാജിക് നേരത്തെ 118 കാണിച്ചല്ലേ? ഇതിപ്പോ 110 കഴിഞ്ഞിട്ട് നേരെ 113 നോട്ടെ. ഇതിലൊക്കെ എങ്ങനെ? അപ്പോ ഞാനിത് ഫോറിനിലെ പ്രോഗ്രാം ചെയ്തപ്പം ആള് പറഞ്ഞു ഇതിപ്പം വേറെ ബുക്ക് മേടിച്ച് ഇതിനകത്ത് വെച്ചിരിക്കാവല്ലോ, അപ്പൊ ഇത് മാച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ തൊപ്പി തന്നെ എനിക്ക് ഒരു റിവ്യൂ പറഞ്ഞേക്ക്. ഇതൊക്കെ എങ്ങനെ? ബാക്കിയെല്ലാം പിന്നെ ട്രിക്സ് ആണൊക്കെ യൂസ് ചെയ്യാ. ക്യാമറ കാണുന്നില്ല വരെയൊക്കെ. ലൂസിഫർ കറക്റ്റാ പേജ്, ആ കീറിയ പേജ്. ഓ അടിപൊളിയാണ്. എല്ലാരും കൈയ്യോട് കൊടുക്കാം. ടിജോ വർഗീസ്. ബിഗ് ഷൗട്ട് ഔട്ട് ടു ടിജോ വർഗീസ്. ഗയ്സ്, ബിഗ് ഡബ്ല്യു, കം ഓൺ. പാതിരാത്രി 1:30 മണിക്ക് 11,000 ആൾക്കാർ കാണുന്നത്. ഇത് എന്താ കഥ? നാളെ വർക്കിംഗ് ഡേ തന്നെ അല്ലേ? യൂറോപ്പിലും സൗദിയിലും അമേരിക്കയിലും എത്ര? 11,000 ആൾക്കാർ യൂറോപ്പിലുള്ള ആൾക്കാരാ. പോയാടാ. വൺ മോർ. ഓ, എല്ലാവർക്കും മാജിക് ഭയങ്കര സംഭവം തോന്നട്ടെ. എല്ലാരും പവർ കയറിയിട്ടുള്ളതെന്ന് തോന്നട്ടാ. ഫുള്ള് ഫയർ ചാറ്റില്. വൺ മോർ എന്ന് പറയുന്നുണ്ട്. ഒന്നും കൂടി കാണിക്കാം. ഓക്കെ. ഇപ്പോ ഇല്ലുമിനാറ്റി. ടിജോ വർഗീസ്. ഖത്തറിൽ നാളെ ലീവാണ്. ഓ, അത്
എല്ലായിടത്തും ഗൾഫിൽ എല്ലായിടത്തും ലീവല്ല. നാളെ വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ടിരിക്കും. ഗൾഫിലുള്ള ആൾക്കാരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പാതിരാത്രി ഇത്രയും ആൾക്കാർ. ഓക്കെ ബ്രോ, ഇപ്പൊ നമുക്ക് ഒരു കറൻസി വെച്ചുകൊണ്ടുള്ള ഒരു മാജിക് ആണ്. അപ്പൊ നമ്മള് ഇപ്പം ഇത് കുറച്ചിങ്ങനെ പൊക്കി പൊട്ടി ക്യാമറ താഴെ കിട്ടും. ഓക്കെ, ഇത് 20, ഇത് 10 rupees. ഓക്കെ, ഇത് 20 rupees. ഇവിടെ 20 rupees. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചാല് നമ്മുടെ തൊപ്പിയുടെ കൈ വെച്ചാണ് ഞാനിത് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം ഞാനത് 20 rupees-ഉം 10 rupees-ഉം ഞാൻ തൊപ്പിക്ക് തരും. ഓക്കെ, ഞാൻ ഒരു പൈസ എടുക്കും. അപ്പൊ അത് കണക്കിൽ മനസ്സിൽ ഓർക്കണം, മിസ്സാകാതെ. അപ്പൊ ഇത്രയും പേരുണ്ട്, 2 പൈസയേ ഉള്ളൂ. അപ്പം നമുക്കത് കണക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, 20 rupees ഞാനിങ്ങനെ മടക്കി, 10 rupees ഞാനിങ്ങനെ മടക്കി. ഇതാണ്ട് 20 rupees-ഉം 10 rupees-ഉം 20 and 10. ഇപ്പം ഞാൻ എന്താന്ന് വെച്ചാല് ഇപ്പം നല്ലത്. അപ്പം 20-യും 10-ഉം ഇപ്പം 20, 10-ഉം തൊപ്പിയുടെ കയ്യിൽ 20, 10 അല്ലേ? ഇപ്പം 10, 20. ഇപ്പം ഞാൻ മൊത്തം എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? 10 രൂപ 30 രൂപ കൊടുത്തിട്ടുണ്ട്. ഞാൻ അകത്ത് നിന്ന് ഒരു നോട്ട് എടുക്കുമ്പോൾ തൊപ്പി എന്തോ ചെയ്യണം, ഈ കവർ വെച്ച് ഈ കൈ വെച്ച് ക്ലോസ് ചെയ്യണം. യു ഷുഡ് ക്ലോസ്. ഓക്കെ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ക്യാപ്പ് ഇടാനേ. പെട്ടെന്ന് ക്ലോസ് ചെയ്തോളൂ. ഇപ്പം ഞാൻ 10 എടുത്തു. ഇപ്പം തൊപ്പി എനിക്ക് എത്ര രൂപ തരണം? 20 തരണം. ഇപ്പം ഞാൻ എന്തോ ചെയ്യുന്നു, തൊപ്പി എനിക്ക് 20 രൂപ തരണം. ഇപ്പൊ ഈ 20 രൂപ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ട് 10 ഞാൻ അങ്ങോട്ട് തരാൻ പറ്റുമോ? പെർമിഷൻ ഇല്ലാതെ, തൊടാതെ പറ്റൂല. റെഡി? 1, 2. ഇതിന് ഫീലായോ? ഇല്ല. 3. വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഫീലായോ? ജസ്റ്റ് ചെറിയ ഒരു വൈബ്രേഷൻ പോലെ ഏതെങ്കിലും? ഒന്നുമില്ല. ഇല്ല, ജസ്റ്റ് വാച്ച്. അതെ എല്ലാം ക്യാമറന്റെ മുമ്പ് അതെങ്ങനെ കുറച്ചെങ്കിലും എന്തും ചെയ്യാന്ന് ഇരിക്കാ. ഞാൻ ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വരും. ഇതിപ്പോ ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ, ക്യാമറ എന്തൊക്കെയോ 5 രൂപ. പിന്നെ മറ്റേന്താ? ഇത് 50 പൈസ, 50 പൈസ. ഓക്കെ, ഇപ്പൊ ഈ 5ഉം 50ഉം ഞാൻ എൻ്റെ കയ്യിൽ ഏതെങ്കിലും മാഗ്നറ്റ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, മോതിരമുണ്ട്. മോതിരം വേണമെങ്കിൽ ഊരണോ? ഊരിക്കോ. ഇല്ല, ഊരിക്കോളൂ. നോ പ്രോബ്ലം. കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം 5ഉം 50ഉം ഞാൻ ഈ കൈ വെച്ച് ക്ലോസ് ചെയ്യുന്നു. ജസ്റ്റ് ക്യാമറയ്ക്ക് ഞാനൊന്നും മൂവ്മെന്റ് ചെയ്യുന്നില്ല, ഈ കൈ മൂവ്മെന്റ് ചെയ്യുന്നില്ല, ഈ കൈയിലാണ് വർക്കിംഗ്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്തോ ചെയ്യുന്നു, 50 അകത്ത് വിട്ടിട്ട് 5 മാത്രം വെളിയിലെടുക്കുന്നു. ഇപ്പൊ ഈ 5 വെളിയിലെടുത്തപ്പം 5 rupees-ന്റെ 2002 ഇയർ അല്ലേ? 2002. ഇത് ഇങ്ങനെ വെക്കുന്നു, 2002. ഇത് 5 രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. ഹെഡ് ആൻഡ് ടൈല് 2002. ഇത് ഞാൻ അങ്ങനെ പേഴ്സിനകത്ത് വെക്കുന്നു. ജസ്റ്റ് വാച്ച്. ജസ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകും. വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. Did you believe? 1, 2, 3. ഇതിന്റെ ഉള്ളില്, മോതിരത്തിന്റെ ഉള്ളില് ഇല്ലടാ, അതിൽ 1 രൂപ ഉള്ളൂല. ഇല്ല, അതിലൊന്നും പോവില്ല. പോക്കറ്റ് ഉണ്ടോ? എന്താ കേറിയിട്ടുണ്ടാ? ബാഗിലുണ്ടോ? ബായിൽ വെച്ചാ? ഇല്ല. ബ്രൈറ്റ്നസ് കൂട്ടുന്ന. സോറി, ലൈറ്റ് കുറഞ്ഞു. അടുത്ത നെക്സ്റ്റ് അല്ലേ? ഇത് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നില്ല ബ്രോ.
എന്തായാലും എന്തെങ്കിലും ഒരു ട്രിക്ക് പഠിപ്പിക്കാം. ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റുമോ? ലൈവില് പഠിപ്പിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും കോയിൻ ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു നമ്മള് പൈസ ഉപയോഗിക്കില്ല. അല്ല, ഞാൻ പൈസ കണ്ടിട്ട് കുറെ കാലമായി. ഇപ്പൊ പൈസ ആണ് പുള്ളി കാണിക്കുമ്പോ. ഓക്കെ, അപ്പോൾ ഇല്ല, കറൻസി തന്നെ വേണം, നോ പ്രോബ്ലം. ഇപ്പോൾ ഇതില് ഇപ്പോൾ ഈ 2 ബുക്ക് നമ്മൾ നേരത്തെ എടുത്തു ഇല്ലേ? ഇതേതാ? ഇല്ല, നോട്ട് വേണ്ട. ആ, ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് താഴത്തെ വേർഡ് ഉണ്ടല്ലോ, അത് മനസ്സിലോർക്കുക. താഴത്തെ മീൻസ് ഏത് പേജിലാ? താഴത്തെ ലെഫ്റ്റ് ഈ പേജിലെ ഏറ്റവും ലാസ്റ്റ്. വേറെ പേജ്. ആ, അപ്പൊ അതുപോലെ പല പല വേർഡ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷെയർ, പിന്നെ ഇതുപോലെ മെമ്മറി, മെമ്മറി, അതുപോലത്തെ ക്ലിയർ അല്ല, ഓക്കെ, മെമ്മറി, അതുപോലത്തെ പല പല വേർഡ്സ് ആയിരിക്കും. ഇതിൽ 2 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോ, ആസ് പെർ യുവർ ചോയ്സ്. മീൻസ് ഏതൊരു വാക്ക് അല്ല, ആസ് പെർ യുവർ ചോയ്സ് എടുത്തോളൂ, സെലക്ട് ചെയ്തോ. എടുത്തോളൂ. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ ഇതുപോലെ റിഫിൽ ചെയ്യുക. ഏത് സ്ഥലത്ത് സ്റ്റോപ്പ് പറയണേ? സ്റ്റോപ്പ് ഇതാണോ? വേറെ പേജ്. പറഞ്ഞു സ്റ്റോപ്പ്. ഓക്കെ, കിട്ടി. ഓക്കെ, എനിക്ക് കാണിക്കണ്ട. ഇതാണ് വാക്ക് ഗൈസ്, ഇതാണ് വാക്ക്. ഇത് ഓക്കെ, കണ്ടു. സി, ഞാൻ ഈ നമ്മുടെ തൊപ്പിയുടെ ലൈവിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എന്തോ പറഞ്ഞു നേരത്തെ, തൊപ്പി എല്ലാവർക്കും ഇഷ്ടമാണ്. തൊപ്പി കേരളത്തിൽ ഒരു നല്ല ഒരു സോഷ്യൽ ഒരു എല്ലാവർക്കും സഹായിക്കുന്നുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ നേരത്തെ അത് നമ്മളെല്ലാം കണ്ടിന്യൂറ്റി ആയിട്ട് വരിക. ഓക്കെ, ഡയമണ്ട് പറഞ്ഞു, ഹാർട്ടിൻ ഇതെല്ലാം പറഞ്ഞു. സോ യു ആർ ഓൾവേസ് എ കിങ്. ഇസ് ദാറ്റ് ദ വേർഡ് കിങ്? രണ്ടു വാക്കുണ്ടല്ലോ, ഒരു വാക്ക് മാത്രം. മാജിക് ഇസ് എൻ ആർട്ട്. റെസ്പെക്ട് ചേരുന്ന എന്താ റെസ്പെക്ട് കുറവൊന്നുമില്ല, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു, എല്ലാവരും ഡബ്ല്യൂ കൊടുക്കുന്നു, എല്ലാവരും തീയോ ഇടുന്നുണ്ട്. ഗൈസ്, ഇഷ്ടപ്പെട്ടോ മാജിക്? ഇഷ്ടപ്പെട്ടോ? ഓൾ മാജിക് ആർ ഫേക്ക്, അത് എല്ലാവർക്കും അറിയാം. ബട്ട് അത് ആരും അറിയാണ്ട് ചെയ്യാൻ കഴിവ്, അതാണ് മജീഷ്യൻ. ആണോ? ഇത് പഠിപ്പിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ട്രിക്ക് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? പഠിപ്പിക്കാമല്ലോ. ഇത് ശരിക്കും ഉള്ളതാ? ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് പഠിപ്പിക്കണം അല്ലേ? പുള്ളി തമിഴാണോ? നിങ്ങൾ തമിഴാണോ? ഇല്ല, ഞാൻ കോയമ്പത്തൂരാണ്. നമുക്ക് അവിടെ അക്കാഡമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനിച്ചത് പത്തനംതിട്ട, തിരുവല്ല. അപ്പോൾ ഈ കോയമ്പത്തൂർ എന്താ? കോയമ്പത്തൂർ ഞാൻ അവിടെ അക്കാഡമി മാജിക്കിനെയൊക്കെ നേരത്തെ പഠിപ്പിച്ച 2019 മുന്നേ. പിന്നെ കോവിഡൊക്കെ വന്ന് പിന്നെ എല്ലാം പോയി. നമ്മൾ പിന്നെ എല്ലാം തകർന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ 2022 ഞാൻ തായ്ലാൻഡിൽ പോയി 1200 മ്യൂസീഷ്യൻസിനോട് കോമ്പറ്റേറ്റ് ചെയ്ത് വിൻ ചെയ്തത്. തായ്ലാൻഡ് മാജിക് എക്സ്ട്രാവഗാൻസ എന്ന് പറഞ്ഞിട്ട് തായ്ലാൻഡിൽ ഒരു വലിയ അവിടെ കാണിച്ച ട്രിക്സ് ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ട്രിക്സ് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ നോർമൽ ഒരു കോയിന് ജസ്റ്റ് ഞാൻ എന്തോ ചെയ്യുന്ന വെച്ചാൽ വിഷ്വലായിട്ട് ഞാൻ എന്തോ ചെയ്യുന്നു, ഈ കോയിന് എടുത്ത് ഈ കയ്യിൽ പാസ് ചെയ്യുന്നു. ഇപ്പൊ എവിടെ കോയിൻ ഉണ്ട്? ജസ്റ്റ് വാച്ച്. ക്യാമറ കാണുന്നില്ല. ഇതാരാ പെങ്കുന്? കാര്യമായ സാധനം ഗൈസ്. ഇത് പുള്ളിന്റെ കൂടാതെ നമ്മൾ ഇന്നലെ തൃശ്ശൂര് ഉദ്ഘാടനത്തിന്റെ ഇടക്ക് സ്റ്റേജിൽ കയറി ഫുള്ള് കളിയായിരുന്നു ചങ്ങായി. ഈ ചങ്ങ പേരെന്താ നിങ്ങളെ? റായോ? നിങ്ങളാരെ പേരിടോ? റായോ? ശരിക്കും റാന്നാ പേര്? ഇതാണ് റാഫി ബ്രോ. എല്ലാരും ഡബ്ല്യൂയും തീ ഓടുന്നുണ്ട്. കമോൺ ചാറ്റ്, മാജിക് ഇഷ്ടപ്പെട്ടോ? ഇനി വേണോ? പഠിപ്പിച്ചിരുന്നുണ്ട്. ആർക്കൊക്കെ പഠിക്കണം? 3 റാംബോ ഇൻ 1 ഫ്രെയിമോ?
അതെങ്ങനെ മനസ്സിലായി ഇവരും റഹ്മാനെ പോലെ ഉണ്ടാവുള്ളില്ല നിന്റെ ഉപ്പയും കൂടെ കൂട്ടി